ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരേ ഒരു ചോദ്യം: ഇന്ത്യ ചൈന യുദ്ധം വരുമോ? ലഡാക്ക്, അരുണാചൽ അതിർത്തിയിൽ സൈന്യം, വാർത്താ ചാനലുകളുടെ ബ്രേക്കിംഗ് ന്യൂസ്. ഇതൊക്കെ കണ്ടാൽ നാളെ യുദ്ധം തുടങ്ങുമെന്ന തോന്നൽ. പക്ഷേ സത്യം എന്താണ്? ഇത് യുദ്ധത്തിൻ്റെ മുന്നറിയിപ്പാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയവും ശക്തിയും തമ്മിലുള്ള മൈൻഡ് ഗെയിം മാത്രമോ? ഇന്ന് നമുക്ക് വികാരമല്ല, യാഥാർത്ഥ്യം നോക്കാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1962 യുദ്ധം. വ്യക്തമായ അതിർത്തി രേഖയില്ലാത്ത ഒരു നീണ്ട ഹിമാലയൻ അതിർത്തി. ഇന്നും ലാക്ക്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നത് പേപ്പറിൽ പോലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പട്രോളിംഗ്, ക്യാമ്പ്, റോഡ്, ബങ്കർ എല്ലാം തർക്കങ്ങളായി മാറുന്നത്. ഇതൊരു ബോർഡർ ഡിസ്പ്യൂട്ടാണ്, പക്ഷെ യുദ്ധമാവണമെന്നില്ല. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈനിക സാന്നിധ്യം കൂട്ടുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാക്കുന്നു. ചൈന റോഡുകളും ക്യാമ്പുകളും പണിയുന്നു. ഇന്ത്യ അതിന് ശക്തമായ മറുപടി നൽകുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം: ഇരു രാജ്യങ്ങളും വെടിയുണ്ട ഉപയോഗിക്കാതെയാണ് കളിക്കുന്നത്. ഇത് യുദ്ധത്തിൻ്റെ ഭാഷയല്ല, ഇത് സമ്മർദ്ദത്തിൻ്റെ ഭാഷയാണ്. ചൈനയുടെ നിലപാട് വളരെ ക്ലിയറാണ്. ചൈനയ്ക്ക് ഇന്ന് വലിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, ആഗോള വിമർശനം, അമേരിക്കയുമായുള്ള വലിയ ഏറ്റുമുട്ടൽ. ഇത്തരം സമയത്ത് ഇന്ത്യയുമായി ഒരു പൂർണ്ണ യുദ്ധം ചൈനയ്ക്ക് ആത്മഹത്യാ തീരുമാനമായിരിക്കും. ചൈനയുടെ സ്റ്റൈൽ: യുദ്ധമില്ലാതെ ജയിക്കുക, സമ്മർദ്ദം, ഭീഷണി, മാപ്പ്. ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യ ഇന്ന് 1962 ഇന്ത്യ അല്ല. ശക്തമായ സൈന്യം, എയർ പവർ, മിസൈൽ സിസ്റ്റം, അന്താരാഷ്ട്ര പിന്തുണ, ക്വാഡ് പോലുള്ള കൂട്ടായ്മകൾ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇതൊക്കെ ചൈനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ചൈന എളുപ്പത്തിൽ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല. ഇവിടെ ഉത്തരം വ്യക്തമാണ്: പൂർണ്ണ യുദ്ധം ഇപ്പോൾ ഇല്ല. അതിർത്തി സംഘർഷം തുടരും, രാഷ്ട്രീയ സമ്മർദ്ദം കൂടും, മൈൻഡ് ഗെയിം കഠിനമാകും. ഇത് വാളുകളുടെ യുദ്ധമല്ല, നീക്കങ്ങളുടെ യുദ്ധമാണ്. ഇന്ത്യ ചൈന യുദ്ധം ഒരു വാർത്താ തലക്കെട്ടിന് നല്ലതാണ്, പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ഇത് ക്ഷമയുടെ, ശക്തിയുടെ, തന്ത്രത്തിൻ്റെ ഒരു നീണ്ട കളിയാണ്. യുദ്ധമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ജയ് ഹിന്ദ്. താങ്ക് യു ഓൾ.